മിശിഹായേ മറിയാം മുട്ടിന്മേലേന്തി സന്യം വിമലം സകലതകത് പോഷകനേകി ദൈവത്തോടു നരനെ യോജിപ്പിച്ചോനെ വെച്ചു കീറത്തുണി ചുറ്റി പാഴ്പുൽക്കൂട്ടിൽ. കർത്താൽ വാത്സല്യമുള്ളവരെ, യേശുമിശിഹായുടെ ജന്മപ്പെരുന്നാൾ ആഘോഷിക്കുവാൻ നാം ഒരുങ്ങിയിരിക്കുന്ന ഈ അവസരത്തിൽ ശീമാ നമസ്കാരത്തിലെ വ്യാഴാഴ്ച സന്ധ്യയുടെ കോലോയിൽ നിന്നും ആണ് ഈ ഗീതം ഞാൻ ആലപിച്ചത്. പ്രത്യേകിച്ച് ഇന്ന് എൽദോ പെരുന്നാളിനോടനുബന്ധിച്ചുള്ളതായ സന്ധ്യയുടെ സദ്രായിൽ നിന്നും സംസാരിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സദ്ര പരിശോധിക്കുമ്പോൾ അവിടെ യേശുമ്പുരാന്റെ ജനനത്തോടനുബന്ധിച്ച് നബിയന്മാരും മാലാഖമാരും എന്താണ് പറയുന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സദ്രയുടെ ഏതാണ്ട് പകുതി എത്തുമ്പോൾ നമ്മൾ ഇപ്രകാരമൊക്കെയും വായിക്കുന്നു: ഇന്ന് ഞങ്ങൾക്കായി ഉദിച്ച അത്ഭുത ശിശുവെ, പിതാക്കന്മാരുടെ തലവനായി യാക്കോബ് നിന്നെ കാണിക്കുകയും തൻ്റെ ജനന ദിവസം കാണുവാൻ ജാതികൾ നോക്കി പാർക്കുമെന്ന് പറയുകയും ചെയ്തു. അതിശയകരമായ ഈ ശിശുവിനെ കുറിച്ച് നീതിമാനും പുണ്യവാനുമായ ഇയ്യോബ് മുന്നറിയിച്ചു. എൻ്റെ രക്ഷകൻ സജീവനാവുന്നു, അവസാനം അവൻ ഭൂമിയിൽ പ്രത്യക്ഷനാകും എന്ന് യോബ് പറയുന്നതായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നു. മുൾപടർപ്പിൽ കത്തി ജ്വലിച്ചുകൊണ്ടിരുന്നിട്ടും അതിനെ ദഹിപ്പിക്കാതിരുന്ന അഗ്നിയിൽ മഹത്വമുള്ളവനായ മോശ ഈ ശിശുവിനെ കണ്ടു. ഇവൻ പരിശുദ്ധ കന്യകയിൽ വസിച്ചിട്ടും അവൾക്ക് ഉപദ്രവമുണ്ടാകാതിരുന്ന ദിവ്യാഗ്നിയാവുന്നു. പരിശുദ്ധ കന്യകയിൽ നിന്ന് അവൻ ഉദിക്കും, അവൻ്റെ അധികാരം നിന്നു പോകുകയില്ല, അവൻ്റെ രാജ്യവും ഇല്ലാതാകുകയില്ല എന്ന് ആമോസിന്റെ പുത്രൻ ഈ ശിശുവിനെ പറ്റി പ്രസ്താവിച്ചു. ഹസ്കിയേൽ പ്രവാചകൻ 4 മുഖങ്ങളുള്ള രഥത്തിൽ ഈ ശിശുവിനെ മുൻപ് കൂട്ടി കണ്ട് താൻ ജഡത്തിൽ ലോകത്തിന് പ്രത്യക്ഷനാകുമെന്ന് പ്രസംഗിച്ചു. കണ്ടാലും കന്യക ഗർഭം ധരിച്ച പുത്രനെ പ്രസവിക്കും, അവൻ ദൈവവും മനുഷ്യനുമാകിയാൽ അത്ഭുതമെന്ന് വിളിക്കപ്പെടുമെന്ന് യേശയ്യാ പ്രവാചകൻ ഉദ്ഘോഷിച്ചു. വിശുദ്ധ കന്യക മറിയാമാകുന്ന രോമക്കെട്ടിൽ മഴ പോലെ അവൻ ഇറങ്ങി വരുമെന്നും, നീ എൻ്റെ പുത്രൻ, ഇന്ന് നിന്നെ ഞാൻ ജനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് ഈ അത്ഭുത ശിശുവിനായി സങ്കീർത്തനം പാടി. കർത്താവ് ദാവീദിന് ഒരു കതിരിനെ നിയോഗിക്കുമെന്ന് പറഞ്ഞു. യെരമ്യാ ഈ പ്രിയ ശിശുവിനെ കുറിച്ച് പ്രസ്താവിച്ചു. കാരുണ്യവാനായ ഈ ശിശുവിനെ ദാനിയേൽ കണ്ടിട്ട് കൈകൾ കൂടാതെ വെട്ടിയെടുക്കപ്പെട്ട കല്ലെന്ന് വിളിച്ചു. പ്രധാന ദൂതനായ ഗബ്രിയേൽ ഈ സത്യശിശുവിനെ കുറിച്ച് ദാവീദിന്റെ മകൾ കന്യയോട് വചനിച്ച്, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളെ, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, സർവ്വലോകങ്ങളുടെയും സൃഷ്ടാവ് നിന്നിൽ ഉദിക്കും എന്ന് പറഞ്ഞു. ഈ ശിശുവിനെ ബേത്ലഹേമിനുള്ളിൽ ദൈവദൂതന്മാർ ആത്മീയ കീർത്തനങ്ങൾ പാടി, മേലുയരങ്ങളിൽ ദൈവത്തിന് സ്തുതി, താഴെ ആഴങ്ങളിൽ സമാധാനം, എന്തെന്നാൽ ദാവീദിന്റെ പട്ടണത്തിൽ മിശിഹാ കർത്താവ് ജനിച്ചിരിക്കുന്നുവെന്ന് ഉച്ചസ്വരത്തിൽ പുതിയ പാട്ട് പാടി പറഞ്ഞു. നക്ഷത്രം എല്ലാ ഭാഗങ്ങളോടും അതിർത്തികളോടും പ്രസംഗിച്ചു, തൻ്റെ ആരാധനയ്ക്ക് മകൂശന്മാരെ പ്രേരിപ്പിച്ചു. ഈ ദൈവിക ശിശുവിനോട് വൃദ്ധനായ ശീമോൻ ജഡികമായ ആയുസ്സിൽ നിന്നും തന്നെ വേർപെടുത്തുവാൻ അപേക്ഷിച്ചു. നാഥാ, നിന്റെ മഹാകരുണ എൻ്റെ കണ്ണുകൾ കണ്ടിരിക്കിയാൽ ഇനി എന്നെ പിരിച്ചയക്കണമേ, ഞാൻ ചെന്ന് ആശ്വസിക്കട്ടെ എന്ന് അവൻ പറഞ്ഞു. സഭയുടെ പ്രസംഗങ്ങൾ എന്നാണ് പ്രൊമിയോൻ സദറാകളെ കുറിച്ച് പറയുന്നത്. പക്ഷേ പല അവസരങ്ങളിലും നമ്മളിത് ശ്രദ്ധിക്കുകയോ മനനം ചെയ്യുകയോ ചെയ്യാതെ, വിശ്വാസം ശരിയായി മനസ്സിലാക്കാതെ അലക്ഷ്യരായിട്ട് നിൽക്കുന്ന ഒരു രീതിയാണ് ഉള്ളത്. എന്നാൽ പ്രൊമിയോൻ സദറകളെ വായിക്കുമ്പോൾ അതിനുള്ളിൽ ഉള്ള ദിവ്യ സത്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു സ്വർഗീയ അനുഭൂതി തന്നെയാണ് നമുക്ക് തരുന്നത്. പ്രത്യേകിച്ച് ഈ ജന്മപ്പെരുന്നാളിലാണെങ്കിലും ഈ സദറകളെയൊക്കെയും പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെയും അടങ്ങിയിരിക്കുന്ന സത്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ
നല്ല ഒരു കുളിർമ തന്നെ നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഈ തരുണത്തിൽ ഒരു കഥ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശുതമ്പുരാന്റെ ജനനം കല്ലടാവിൽ കീറ്റ് ശിലകളാൽ പൊതിയപ്പെട്ട ശിശു അവിടെ കിടക്കുന്ന അവസരത്തിൽ നമുക്കറിയാം, ഗുഹ പോലെ ഉള്ള അന്തരീക്ഷത്തില് ഗുഹയ്ക്ക് ദ്വാരം കാണും. ഈ ദ്വാരമുഖത്ത് ഒരു എട്ടുകാലി ഇത് യേശുതമ്പുരാന്റെ ജനനമൊക്കെയും കണ്ട് ഈ ലോകത്തിൻ്റെ രക്ഷകൻ പ്രതിസന്ധിയുടെ നടുവിൽ ജനിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ, അവനെ ദൈവം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എങ്ങനെ ആ ശിശുവിനെ സഹായിക്കാം എന്നുള്ള ഒരു ചിന്ത ഈ എട്ടുകാലിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നു. അത് നോക്കിക്കഴിഞ്ഞപ്പോൾ കർത്താവ് തണുത്ത അന്തരീക്ഷത്തില് കാറ്റൊക്കെയും അടിച്ച് പ്രതിസന്ധിയുടെ മധ്യത്തിൽ ആണ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഉടൻ തന്നെ ഗുഹയുടെ ദ്വാരത്തിൽ എട്ടുകാലി വല സൃഷ്ടിക്കുവാൻ ആരംഭിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി അതിൻ്റെ വല നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിന് കാറ്റിൻ്റെ അന്തരീക്ഷത്തിൽ തന്നെ കൊണ്ട് അതിനെ നേരിടുവാനായിട്ട് സാധിക്കും എന്നുള്ള തൻ്റെ എട്ടുകാലി വല മുഖേനയായിട്ട് അത് സാധിക്കും എന്നുള്ള ചിന്തയിൽ അപ്രകാരം എട്ടുകാലി വല സൃഷ്ടിച്ചു. നമുക്കറിയാം, കർത്താവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് ഹെറോദാവിൻ്റെ കൽപ്പനയുണ്ട്. 2 വയസ്സിന് താഴെയുള്ള കുട്ടികളെയെല്ലാം വധിക്കണം എന്ന്. ഈ ഗുഹയുടെ സമീപത്തും ഹെറോദാവിൻ്റെ ഭടന്മാർ വന്നു. പക്ഷേ അവർ നോക്കിയപ്പോൾ ഈ ഗുഹയുടെ ദ്വാരത്തിൽ എട്ടുകാലി വലയാൽ മൂടപ്പെട്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ അതിൽ ഒരു ഭടൻ, ഇത് വളരെ നാളുകളായി ആരും ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു ഗുഹയാണ്, കണ്ടില്ലേ എട്ടുകാലി വല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മറ്റുള്ളവരെയും പ്രേരിപ്പിച്ചു. അവിടെ നിന്നും അവർ പിൻവാങ്ങി. കേവലം ചെറിയ ഒരു സഹായം മുഖേനയായിട്ട്, എട്ടുകാലി വല മുഖേനയായിട്ട് ആ എട്ടുകാലിക്ക് കർത്താവിനെ അവിടെ കാറ്റിൽ നിന്നും തണുപ്പിൽ നിന്നുമൊക്കെയും മാറ്റി നിർത്തുവാനായിട്ട് സാധിച്ചു. എങ്കിൽ അദ്ദേഹത്തെ വധിക്കാതിരിക്കത്തക്കവണ്ണം പോലും ആ എട്ടുകാലിയുടെ പ്രവർത്തന മുഖേനയായിട്ട് സാധിച്ചു എന്നുള്ളത് ഒരു മിത്തായിട്ട് കേൾക്കുന്ന ഒരു കാര്യം ആണ്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഈ എൽദോ പെരുന്നാളിനോടനുബന്ധിച്ച് നമ്മുടെ ചെറിയ സഹായങ്ങൾ മുഖേനയായിട്ട് സമൂഹത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്നവരെ സഹായിക്കുവാനായിട്ടും മറ്റുള്ളവരെ കരുതുവാനായിട്ടും ഒക്കെയും നമുക്ക് സാധിക്കണം. അങ്ങനെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കുവാനായിട്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ മുഖേനയായിട്ട് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കുവാനായിട്ട് ഈ ക്രിസ്മസ് മുഖേനയായിട്ട് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഏവർക്കും ക്രിസ്മസിൻ്റെതായ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.